UDF സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ തീരുമാനിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. ജയം ടോക്സിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് കോൺഗ്രസ് എടുത്ത ഏറ്റവും അന്തസ്സുള്ള ഒരു തീരുമാനമാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു എന്നതിനപ്പുറം PV അൻവർ പറഞ്ഞ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള എന്ത് യോഗ്യതയാണ് PV അൻവറിനുള്ളത്? PV അൻവർ ആണോ കോൺഗ്രസിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്? VS ജോയി എന്തുകൊണ്ടും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ യോഗ്യനായ വ്യക്തിയാണ്, അവിടുത്തെ DCC പ്രസിഡൻ്റാണ്. പക്ഷേ അൻവർ പറഞ്ഞതുകൊണ്ട് ജോയിയുടെ സാധ്യത ഇല്ലാതായി എന്നാണ് പറയേണ്ടത്. കാരണം ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോൺഗ്രസിൽ ആഗ്രഹിച്ചവർക്ക് പോലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി ജോയി വരേണ്ട ഗതികേട് വന്നുകൊണ്ട് ജോയിയെ പരിഗണിക്കാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം. വാസ്തവത്തിൽ PV അൻവറിന് യാതൊരു സ്ഥാനവും യോഗ്യതയും ഇല്ലാത്ത ഒരു കാര്യത്തിൽ കയറി ഇടപെട്ട് വെറുതെ അപഹാസ്യനാവുകയായിരുന്നു. അൻവർ 9 വർഷം CPMൻ്റെ പുകഴ്ത്തുപാട്ടുമായിട്ട് നടന്നിട്ട് 10ാം വർഷം പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് UDFിലെത്തിയിട്ട് സ്ഥാനാർത്ഥിയെ ഞാൻ നിശ്ചയിക്കാമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അതുപോലെ തന്നെ പിണറായി സത്തെ നേരിടാനായിട്ട് താൻ പറയുന്ന സ്ഥാനാർത്ഥിക്ക് കഴിയുകയുള്ളൂ എന്നൊക്കെ അൻവറിന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? അത് അൻവറാണോ നിശ്ചയിക്കേണ്ടത്? അത് നിശ്ചയിക്കാനെങ്കിലുള്ള ഒരു അവകാശം കോൺഗ്രസിന് അൻവർ വിട്ടുകൊടുക്കുകയല്ലേ വേണ്ടത്? ആര്യാടൻ ഷൗക്കത്ത് CPMൻ്റെ സ്ഥാനാർത്ഥിയായി പോകാൻ ശ്രമിച്ച ആളാണ് എന്ന് പറയാൻ PV അൻവറിന് എന്ത് യോഗ്യതയാണുള്ളത്? PV അൻവർ UDF വിട്ടെങ്ങും പോകാൻ പോകുന്നില്ല. UDFിൻ്റെ കൂടെ നിൽക്കും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും PV അൻവർ UDFിൻ്റെ ഭാഗമായിരിക്കും. ഒടുവിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കഴിയുമ്പോൾ താനും കൂടിയാണ് ജയിപ്പിച്ചതെന്നുള്ള അവകാശവാദവുമായി അൻവർ വരികയും ചെയ്യും. കാരണം അൻവറിന് ഇനി CPMലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അൻവറിന് ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ രണ്ട് മുന്നണിയുടെ ഭാഗമല്ലാതെ CPMൻ്റെ ശത്രുവായി അൻവറിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി. അൻവർ ആദ്യം പറഞ്ഞിരുന്നത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അതിന് കോൺഗ്രസ് വഴങ്ങില്ല എന്ന് വന്നപ്പോൾ അൻവർ നിലപാട് മാറ്റി. UDF പറയുന്ന ഏത് സ്ഥാനാർത്ഥിയെയും താൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം UDFിൻ്റെ സ്ഥാനാർത്ഥി ഏത് ചെകുത്താനാണെങ്കിലും താൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞപ്പോൾ ഷൗക്കത്തിനെതിരായി തിരിയുകയും ഷൗക്കത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുക. ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും നിന്ദ്യമായ ഒരു കാര്യമാണ് അൻവർ ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു ആളെ എങ്ങനെ കൂടെ നിർത്തണമെന്ന് UDFിൻ്റെ നേതാക്കളും ആലോചിക്കേണ്ടതാണ്. അൻവറില്ലാതെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ തോക്കുന്നെങ്കിൽ അന്തസ്സായി ആ തോൽവി ഏറ്റുവാങ്ങുന്നതാണ് കോൺഗ്രസിന് നല്ലത്. പക്ഷേ അൻവറിന് പിന്തുണയില്ലെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കും എന്ന കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് സംശയമില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യം അതാണ്. പിണറായി വിരുദ്ധ വികാരം അല്ലെങ്കിൽ ഇടത് സർക്കാർ വിരുദ്ധ വികാരം അത് ശക്തമാണ്. അതിനോടൊപ്പം ഏറ്റവും ഒടുവിലത്തെ പല സംഭവ വികാസങ്ങളും ദേശീയപാതയിലുണ്ടായ വിള്ളൽ പോലെയുള്ള വികസന പ്രവർത്തനത്തിനേറ്റ തിരിച്ചടികൾ, കരുവന്നൂർ സഹകരണ ബാങ്ക് സംബന്ധിച്ചുള്ള CPMനെ തന്നെ പ്രതിയായിക്കൊണ്ടുള്ള പുതിയ സംഭവവികാസം, ഇതെല്ലാം CPMനും ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനവികാരം എന്തായാലും UDFിന് അനുകൂലമാകാനാണ് സാധ്യത എന്നാണ് പൊതുവെ കണക്ക് കൂട്ടപ്പെടുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി LDFിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികളെയാണ് അറിയാനുള്ളത്. BJPയെ സംബന്ധിച്ച് നിലമ്പൂരിൽ കാര്യമായ റോളൊന്നുമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 3000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന സംശയവും ആശങ്കയും ഒക്കെ ഉള്ളത്. എന്തായാലും CPMും UDFും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ വളരെ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാത്തിരുന്ന് കാണാം.